ഇതിനകത്ത് ആമുഖമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ രാത്രിയോടുകൂടി ഇവിടുത്തെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെയും എക്സൈസ് വിഭാഗത്തിന്റെയും ഭാഗമായിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിനകത്ത് റെയ്ഡ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിലെ 2 നിലകളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു മുറിയിൽ 2 കിലോയുടെ അടുത്ത് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ മുകളിലത്തെ മുറിയിൽ നിന്ന് 10 ഗ്രാമിൽ താഴെ വരുന്ന കഞ്ചാവിന്റെ ഒരു ചെറിയ പാക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഞ്ചാവ് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും മുറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആദില് ഇന്നലെ രാത്രി ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ റെയ്ഡ് നടന്ന സാഹചര്യത്തിനകത്ത് ആദിൽ ഈ ക്യാമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആദില് കഴിഞ്ഞ വർഷം ഈ ക്യാമ്പസിനകത്ത് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ആ 2 കിലോ കഞ്ചാവ് പിടിച്ച കേസിനകത്ത് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് പോലീസിന് കൃത്യമായിട്ട് ആകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന അനന്തു എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്നാണ് ഈ ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് 2 കിലോയോളം വരുന്ന കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ആ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിനകത്ത് സജീവമായി KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ KSUവിന്റെ ഈ ക്യാമ്പസിനകത്തുള്ള പ്രൊഫൈലുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിനകത്ത് SFIയെ പഴിചാരുന്നതുമായി ബന്ധപ്പെട്ട് SFIയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു, SFIയുടെ നേതാവിനെ പിടിച്ചു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിനകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ SFIയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആണയിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും, ഈ ക്യാമ്പസിനകത്ത് SFIയുടെ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന 7 വിദ്യാർത്ഥികളോ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളിലോ ഒരാളോ പോലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാത്ത വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. ഇന്ന് നടക്കാനിരുന്ന SFIയുടെ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള അലങ്കാര പരിപാടികളുമായി അഭിരാജ് ക്യാമ്പസിനകത്തായിരുന്നു, ഹോസ്റ്റലിനകത്ത് ഉണ്ടായിരുന്നില്ല. റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് എല്ലാവരും വന്നതിന്റെ കൂട്ടത്തിലാണ് അഭിരാജും വന്നിട്ടുള്ളത്. ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ അഭിരാജ് പറയുന്നുണ്ട്, ഞാനിത് ഉപയോഗിക്കുന്നില്ല, എനിക്കറിയില്ല, എന്റേതല്ല ഈ വസ്തു എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അഭിരാജിനെ ഭീഷണിപ്പെടുത്തുകയും അഭിരാജിന്റെ പേരിൽ കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അഭിരാജ് ഈ നിലയ്ക്ക് ഉള്ള തെറ്റായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതകളിലേക്ക് പോവാത്ത ഒരാളാണെന്ന് SFIക്ക് 100% ഉറപ്പുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഈ പോളിടെക്നിക് ക്യാമ്പസിലാണെങ്കിലും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഏത് ക്യാമ്പസിലാണെങ്കിലും നിരന്തരമായി ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ലഹരി മാഫിയ ഗ്യാങ്ങുകളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കളമശ്ശേരിയിൽ SFI. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ക്യാമ്പസിനകത്ത് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് SFI തയ്യാറാവില്ല. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും ഈ KSUവിന്റെ നേതാക്കന്മാർക്കെതിരെ KSUവിന്റെ പാനലിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആദിലിന്റെ പേര് പുറത്തു വന്നിട്ടില്ല, അനന്തുവിന്റെ പേര് പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്നില്ല. ആദിലും അനന്തുവും നാടുവിട്ടു, ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെവിടെയെന്ന് പോലീസ് അന്വേഷിക്കുന്ന പോലുമില്ല. ഈ നിലക്ക് ഉള്ള ഒരു അന്വേഷണം ശരിയായിട്ടുള്ളതല്ല. അവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ട് ആകാശ് പോലീസിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള മൊഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തയ്യാറാവണം എന്നുള്ളതാണ് SFIക്ക് വളരെ കൃത്യമായി പറഞ്ഞു വെക്കാനുള്ളത്. ഈ ക്യാമ്പസിനകത്താണെങ്കിലും ഈ ഏരിയക്കകത്തുള്ള മറ്റേത് ക്യാമ്പസിനകത്താണെങ്കിലും പ്രാദേശികമായിട്ടാണെങ്കിലും ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ ഏത് നിലയ്ക്കും ഇനി ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ അതും നൽകി പ്രതിരോധിക്കുന്നതിനു വേണ്ടി SFI കൃത്യമായിട്ടുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചു പോകും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പയ്യനെ ഇതിന്റെ അകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോ അത് ഒരു നിലക്കും SFIയെ കൈവാരി തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നതിന് SFI അനുവദിക്കില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.